വെൽക്കം ബാക്ക് ടു ദ ലെക്ചർ ഓഫ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. നമ്മളിപ്പോൾ മൊഡ്യൂൾ 2 ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് എന്താണെന്ന് പറഞ്ഞു, എനർജി എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് എനർജി ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, വർക്കിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വർക്ക് ഓർ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വർക്ക് എന്ന് പറയാം. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വർക്ക്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വർക്ക്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വർക്ക് എന്ന് പറയുന്നത് എനിക്ക് പല ഫോമിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ വർക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ വർക്ക് എനർജി ഡിഫറെൻറ്റ് ഫോംസ് ആണ്. സിമിലർലി വർക്കും അതുപോലെ പല ഫോംസിലും കിട്ടും. ഇലക്ട്രിക്കൽ വർക്കായിട്ട് കിട്ടും, അതല്ലെങ്കിൽ ഷാഫ്റ്റിന്റെ വർക്കായിട്ട് കിട്ടും, അതല്ലെങ്കിൽ സ്പ്രിങ്ങിലുള്ള ആക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന വർക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഒരു സ്റ്റിറർ കൊണ്ട് കലക്കി കഴിഞ്ഞാൽ അതിന്ന് കിട്ടും നമുക്ക് വർക്ക്. അപ്പൊ പല ഫോംസ് ഓഫ് വർക്ക് ഉണ്ട്. അതിൽ നമ്മൾ ചില വളരെ കുറച്ച് വേരിയേഷൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ ഒരുപാട് ടൈപ്സ് നമുക്കുണ്ട് പഠിക്കാൻ, പക്ഷെ നമുക്ക് ആകെ ആസ് പെർ ദ സിലബസ് അല്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ടൈപ്സ് കോമൺലി ചോദിച്ചിട്ടുള്ള വർക്ക്സ് ഡൺസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. സോ അതിൽ വരുന്ന ഒന്നാമത്തെ ടൈപ്പ് ഓഫ് വർക്കാണ് ഇലക്ട്രിക്കൽ വർക്ക്. ഇലക്ട്രിക്കൽ വർക്ക്. സോ എന്താണ് ഇലക്ട്രിക്കൽ വർക്ക് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ നോർമലി സാധാരണഗതിയിൽ നിങ്ങൾ ഓൾറെഡി ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു റെസിസ്റ്റർ ആണെന്ന് കരുതുക. ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ ആണ് എൻ്റെ സിസ്റ്റം. അതായത് ഈ റെസിസ്റ്ററിനെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതാണ് എൻ്റെ സിസ്റ്റം. ഓക്കെ, ഞാൻ ഈ റെസിസ്റ്റർ സിസ്റ്റത്തിലേക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുകയാണ്. എക്സ്റ്റേണലി ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഒരു കറണ്ട് ഇൻഫ്ലോ ഇതിലേക്ക് ഉണ്ടാവും. ആൻഡ് റെസിസ്റ്ററിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇത് നോർമലി നമ്മൾ ഇലക്ട്രിക്കൽ ബേസിക്സ് നമ്മൾ പഠിച്ചതാണ്. പ്ലസ് ടുവിൻ്റെ മുമ്പായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. സോ ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ റെസിസ്റ്റർ കൂടെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ എൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? W ഇലക്ട്രിക്കൽ, ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പവർ. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് VI അല്ലേ? അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഇറ്റ് ഈസ് I² R. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി കറന്റ്, ആൻഡ് I² R R എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ്, ഓർ യു ക്യാൻ ഓൾസോ സേ V² divided by R. വേരിയേഷൻ. ദിസ് ഈസ് ദി ഇലക്ട്രിക്കൽ വർക്ക് ഡൺ. ഓക്കെ, സോ നോർമലി ടോട്ടൽ വർക്ക് ഡൺ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് എടുക്കുന്നത്. പക്ഷേ സമയത്തിനനുസരിച്ച് ഇപ്പോൾ എപ്പോഴും ഈ കറണ്ടും വോൾട്ടേജും കോൺസ്റ്റന്റ് ആവണമെന്നില്ല. ചിലപ്പോൾ വോൾട്ടേജ് കുറഞ്ഞേക്കാം. വോൾട്ടേജ് കുറയുമ്പോൾ അതിനനുസരിച്ച് കറണ്ടിന്റെ വേരിയേഷൻ ഉണ്ടാവും. വോൾട്ടേജ് കൂടുമ്പോൾ അതിനനുസരിച്ച് കറണ്ടിന്റെ വേരിയേഷൻ ഉണ്ടാവും. സോ ഇത് കോൺസ്റ്റന്റ് സംഭവമല്ല ഈ വിയും ഐയും എന്ന് പറയുന്നുള്ള കാര്യം. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആയിരിക്കണം. സോ ഇത് കോൺസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് വിയും ഐയും, V and I, these are not constant. ഇത് കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് വേരിയിങ് വിത്ത് ടൈം. സോ അതിൻ്റെ ബേസിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ദ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ, WE ഇലക്ട്രിക്കൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് V into I into DT. DT എന്ന് പറഞ്ഞത് ഫോർ എ സ്മോൾ ചേഞ്ച് ഇൻ ടൈം. ആ സ്മോൾ ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഉള്ള ഇൻ്റഗ്രേഷനും കൂടെ അതിലേക്ക് ഇടുക. ഓക്കെ, DT എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ സ്മോൾ ചേഞ്ച് ഇൻ ടൈം. ആ ഒരു ചേഞ്ചിൻ്റെ നേരത്തുള്ള വേരിയേഷൻ, ഒരു പർട്ടിക്കുലർ ടൈം ചേഞ്ച് വേരിയേഷൻ എടുക്കുന്നതിനെയാണ് DT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ. ഇലക്ട്രിക്കൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് V into I into DT. സോ വർക്ക് ഡൺ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇറ്റ് മൈറ്റ് ബി ജൂൾ ഓർ ഇറ്റ് മൈറ്റ് ബി കിലോ ജൂൾ, ഏതും ആവാം. ഓക്കെ, ജൂൾ ഡിവൈഡഡ് ബൈ കിലോ ജൂൾ എന്നല്ല കേട്ടോ, അത് ജൂൾ ആവാം അല്ലെങ്കിൽ കിലോ ജൂൾ ആവാം. അത് നമ്മുടെ യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഇക്വേഷൻസ് വരിക. സോ ദിസ് ഈസ് ദ കേസ് ഫോർ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ. ഇലക്ട്രിക്കൽ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്.
ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന വർക്ക് ഡൺ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഷാഫ്റ്റ് വർക്ക്. ഇറ്റ് ഈസ് കോൾഡ് ഷാഫ്റ്റ് വർക്ക്. ഇപ്പം നമ്മൾ നേരത്തെ ഇലക്ട്രിക്കൽ വർക്ക് കണ്ടു, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്തത് നമ്മൾ ഷാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഷാഫ്റ്റ് വർക്ക് എന്ന്? ഷാഫ്റ്റ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി, ഇതൊരു ഷാഫ്റ്റാണ്, ഒരു സർക്കുലർ ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി എനിക്ക് കിട്ടുന്ന വർക്ക് ഡൺ ആണ് ഷാഫ്റ്റ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഷാഫ്റ്റ് ആണ്, ഷാഫ്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഇറ്റ് ഈസ് ബീങ് റൊട്ടേറ്റഡ്, ഒരു പർട്ടിക്കുലർ ഫോഴ്സിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഈ പർട്ടിക്കുലർ ടോർക്ക് അതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സം ടോർക്ക് ഈസ് ഗിവൺ ടു ദിസ്. ആൻഡ് അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ് ടാൻജൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുക. കാരണം ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് ഇവിടെ ടാൻജൻഷ്യൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഫോഴ്സിന് നമ്മൾ എഫ് എന്നുള്ളൊരു ടേം കൊടുക്കുക. പിന്നെ ഇതാണ് അതിൻ്റെ സെൻറ്റർ എന്ന് അസ്യൂം ചെയ്യുക. ഈ ഒരു ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ്, ദാറ്റ് ഈസ് ആർ. ഓക്കെ, ആൻഡ് ലെറ്റ് us assume that n നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിത് ഇപ്പോൾ ഒരു പ്രാവശ്യം തിരിച്ചു, അപ്പോൾ n 1 ആയി. 2 പ്രാവശ്യം തിരിച്ചാൽ ഇറ്റ് ഈസ് 2. അങ്ങനെ n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ്. സോ നമുക്ക് ഷാഫ്റ്റ് വർക്ക് എന്താണെന്നുള്ളത് കാണാം. നമുക്ക് ഓൾറെഡി അറിയാം വാട്ട് ഈസ് ടോർക്ക്, അല്ലേ? ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ടി ഈസ് ഈക്വൽ ടു എന്താ ടോർക്കിൻ്റെ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ആർ, അല്ലേ? സോ എനിക്ക് കാണേണ്ടത് വർക്ക് ഡൺ ബൈ ഷാഫ്റ്റ് ആണ്. സോ വർക്ക് ഡൺ ബൈ ഷാഫ്റ്റ് സാധാരണഗതിയിൽ നമുക്ക് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്നാണ് ഇക്വേഷൻ, അല്ലേ? അതിലെ എഫ് എനിക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കാം, എസ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടാൽ മതി. സോ ആ ഇക്വേഷനിൽ നിന്ന് എഫ് എങ്ങനെയാണ് കാണുക? എഫ് ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ ആർ. ഇതെൻ്റെ ഒരു ഇക്വേഷനാണ്, ക്ലിയർ അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ ആർ. ഇത് എൻ്റെ ഫസ്റ്റ് ഇക്വേഷനാണ്. ലെറ്റ് us assume this to be my first equation. ഇനി എനിക്ക് എസ് കാണണം. എസ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ? അപ്പോൾ ഇതിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ ഷാഫ്റ്റ് കറങ്ങൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. പക്ഷേ നമുക്ക് ഒരു പോയിന്റ് ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദിസ് ഇസ് സർക്കുലർ റൊട്ടേഷൻ. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ പെരിമീറ്റർ, ഇത് റൗണ്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 2πr, പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഫുൾ റൗണ്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2πr. അങ്ങനെ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? n ടൈംസ്, അല്ലേ? അപ്പോൾ ഒരു സിംഗിൾ റൊട്ടേഷനിൽ നീങ്ങുന്ന ഡിസ്റ്റൻസ് ടോട്ടൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീങ്ങുന്ന ഡിസ്റ്റൻസ് 2πr ആണ്. അങ്ങനെ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? n ടൈംസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ therefore s is equal to 2πnr. This is my second equation. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ വർക്കിൻ്റെ ഇക്വേഷൻ എടുക്കുകയാണ്. വർക്ക് ഷാഫ്റ്റ് വർക്കാണ്. സോ WSH ഷാഫ്റ്റ് വർക്ക് എന്നുള്ള ഉദ്ദേശത്തിൽ W is equal to F into S. ഓക്കെ, F into S. സോ F into S ഫ്രം ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1ൽ F എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് T/R and S is equal to 2πnr. അതിൽ r മാറും, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് വർക്ക് ഓഫ് ഷാഫ്റ്റ് ഇസ് ഈക്വൽ ടു 2πnt. This is the shaft work done. The unit will be joule അല്ലെങ്കിൽ കിലോ ജൂൾ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. എങ്ങനെയാണോ അത് വരുന്നത് അതിനനുസരിച്ച്. സോ ദ ഷാഫ്റ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2πnt. ദ യൂണിറ്റ് വിൽ ബി ജൂൾ ഓർ കിലോ ജൂൾ. ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടോർക്ക്, ടോട്ടൽ ടോർക്ക് F into R. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ഈ ടോർക്ക് തന്നിട്ടുണ്ടാവാം, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഈ N എന്ന് പറഞ്ഞാൽ എന്താ? ഈ N എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ N എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ അവതരിപ്പിച്ച ഈ N എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ്.
ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് ഈ n എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാഫ്റ്റിനെ വേറൊരു ടേംസിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഷാഫ്റ്റിനെ എങ്ങനെയാണ് മറ്റൊരു ഇക്വേഷൻ വഴി എങ്ങനെയാണെന്നുള്ളത് ഐ വിൽ ജസ്റ്റ് ഈ ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഐ വിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഡൗൺ ഓവർ ഹിയർ. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇതേപോലെ തന്നെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അറ്റ് എ ഡിസ്റ്റൻസ് r ആൻഡ് n ടൈംസ് റെവല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്ന അടുത്തൊരു ഇക്വേഷൻ, വർക്ക് ഡൺ ബൈ ദ ഷാഫ്റ്റ് പെർ യൂണിറ്റ് ടൈം അപ്പോൾ ഡിവൈഡഡ് ബൈ dt എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഡോട്ട് ഇടുന്നത്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര പവർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നത് ഇക്വേഷൻ ഇറ്റ് ഈസ് 2πnt by 60 into 1000 kilojoule. This is another equation. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ 2πnt, ഇവിടെയോ 2πNT ഡിവൈഡ് ബൈ 60 into 1000. ഇവിടെ ദിസ് ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി ഷാഫ്റ്റ്. ഓക്കെ, 2πNT, T is the torque, N is the total number of revolution. പക്ഷേ ഈ ഇക്വേഷനോ ഇറ്റ് ഈസ് ദി പവർ ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ദി ഷാഫ്റ്റ് പെർ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡ് എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ യൂണിറ്റ് ടൈം എന്നുള്ളത് പെർ മിനിറ്റ് ആവാം, പെർ സെക്കൻഡ് ആവാം. പക്ഷെ ഞാൻ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് പെർ സെക്കൻഡിന്റെ ബേസിലാണ്. ഈ n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 minute. റെവല്യൂഷൻസ് പെർ മിനിറ്റ് n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് RPM-ലുള്ള n ആണ് ഇത്. ക്ലിയർ? n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 minute. അതായത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ട്? ഒരു മിനിറ്റിലുള്ള n-നെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് വാസ് ദി ടോട്ടൽ റെവല്യൂഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ആ പെർ മിനിറ്റിനെ നമ്മൾ പെർ യൂണിറ്റ് ടൈം പെർ സെക്കൻഡ് ആക്കാൻ ഡിവൈഡഡ് ബൈ 60 ആക്കി. ക്ലിയർ? അപ്പൊ ചില ബുക്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ 2πNT by 60 എന്ന് കാണാം, വെറും ജൂൾസ് എന്നായിരിക്കും. അപ്പൊ ഇവിടെ കിലോ ജൂൾ ഇടാൻ കാരണം ഇവിടെ താഴെ നമ്മളൊരു 1000 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനെ നമ്മൾ കിലോ ജൂൾ ആക്കി. ചില ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുള്ളൂ, 2πNT by 60 അത്രയും ജൂൾസ് എന്നേ കാണുള്ളൂ. അപ്പൊ ഈ യൂണിറ്റ് ഞാൻ കിലോ ജൂൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, താഴെ കിലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കിലോ മീൻസ് 1000. അപ്പോഴാണ് എനിക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് ഷാഫ്റ്റിന്റെ ബേസിൽ. ഷാഫ്റ്റിന്റെ പ്രോബ്ലംസ് പൊതുവേ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ. ഈ ടോട്ടൽ വർക്ക് ഡണ്ണിനെ പവർ എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പൊ പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ പവർ. ആക്ച്വലി ദിസ് ഈസ് ദി പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2πNT ഡിവൈഡഡ് ബൈ 60 into 1000 കിലോ ജൂൾസ്. അതിൽ n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. സോ n എന്ന് പറഞ്ഞാൽ n ഈസ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ആ റെവല്യൂഷൻ പെർ മിനിറ്റിനെ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കാനാണ് ഈ 60. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ചോദ്യം 20 RPM എന്നായിരുന്നു, 20 റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്നാണെങ്കിൽ ഒന്നും നോക്കാണ്ട് എന്നിൻ്റെ വാല്യൂ 20 എന്ന് നമുക്ക് നേരെ ഇടാം. ദിസ് വിൽ ബി 60. പക്ഷേ അതേസമയം ക്വസ്റ്റ്യൻ എങ്ങാനും 20 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 20 റെവല്യൂഷൻസ് എന്നാണെങ്കിലോ അവിടെ ഈ 60യുടെ ആവശ്യമില്ല. ഡയറക്റ്റ് എന്നിന് 20 ഇട്ടാൽ മതി, ഈ 60 അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ റെവല്യൂഷൻ പെർ സെക്കൻഡ്. അപ്പം ഈ n എന്ന് പറയുന്ന ടേം n റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അതിനെ റെവല്യൂഷൻ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ 60 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. So that is the equation. Now you have power of the shaft അല്ലെങ്കിൽ work done by the shaft is 2πNT by 60 into 1000, that much kilojoules. ഷാഫ്റ്റ് വർക്കിന്റെ മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ദാറ്റ് ഓൾസോ യു ഷുഡ് ബി അവെയർ ഓഫ്. ഷാഫ്റ്റ് വർക്ക് ഡൺ ബൈ ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഫ്രം 1 to 2 T d theta, T times d theta this much kilojoule. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. വർക്ക് ഡൺ ബൈ ദ ഷാഫ്റ്റ്. ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോർക്ക്
by the shaft, produced by the shaft, and d theta is the angular displacement. D theta is the angular displacement of the shaft. ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷനിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും തരിക. സോ അങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതും എന്താണ്, ഷാഫ്റ്റിന്റെ വർക്കിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ അടുത്ത ഒരു ടൈപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ് സ്പ്രിംഗ് വർക്ക്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ് സ്പ്രിംഗ് വർക്ക്. സോ സ്പ്രിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ചില ആക്ഷൻസ് ഡ്യൂ ടു സ്പ്രിങ്ങിന്റെ ആക്ഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വർക്കിനെയാണ് സ്പ്രിംഗ് വർക്ക് എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ നോക്കുക. ഒരു ഡയഗ്രമാണ്, എക്സാമ്പിൾ അല്ല, സോറി. ഇവിടെ ഒരു ഫിഗറിൽ ഞാൻ ഒരു നോർമൽ സ്പ്രിങ് വെച്ചിട്ടുണ്ട്, ഫ്രീലി ലോഡഡ്, ഒരു വേറെ ലോഡൊന്നും കൊടുത്തിട്ടില്ല. സോ ഇതങ്ങനെ ഒരു പെർട്ടിക്കുലർ വാളിലേക്ക് എന്തെങ്കിലും ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്പ്രിങ്. എൻ്റെ റെസ്റ്റ് പൊസിഷൻ ആണ് ആർ ഇസ് ദി റെസ്റ്റ് പൊസിഷൻ. നോർമലി ഇട്ട് വെച്ചാൽ അതുവരെ നീളുള്ളൂ. ഞാൻ ആ സ്പ്രിങ്ങിൻ്റെ എൻഡിലേക്ക് ഇവിടേക്ക് ഒരു എക്സ്ട്രാ ഫോഴ്സ് ഞാൻ കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ആ സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യും. ആ സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്തിട്ട് ഒരു എക്സ് ഡിസ്റ്റൻസ്, ദീസ് ആർ അൺനോൺ വാല്യൂസ്, അത് ലോഡിനനുസരിച്ച് മാറും. അപ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് അത് നീങ്ങിയിട്ടുണ്ട് കരുതുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വർക്ക് ഡൺ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ഡെൽറ്റ സ്മോൾ വർക്ക് ഡൺ എന്ന് നമ്മൾ എങ്ങനെ കാണും? വർക്ക് ഡൺ ഡ്യൂ ടു സ്പ്രിങ്. സോ എസ് പി എന്നോ അങ്ങനെയെങ്കിൽ എസ് ആർ എന്നോ എങ്ങനെയും നിങ്ങൾക്ക് ടെൻഷൻ ചെയ്യാം. സോ വർക്ക് ഡൺ ഡ്യൂ ടു ദാറ്റ് സ്മോൾ ചേഞ്ച്, ദാറ്റ് ഈസ് കോൾഡ് എഫ് ഇൻറ്റു ഡി എക്സ്. എന്താ എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ചെറിയ ചേഞ്ച് ഓഫ് വർക്കിന് ഞാനൊരു ചെറിയ ചേഞ്ച് ഇൻ പൊസിഷൻ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ നോക്കുന്നതിനാണ് ഡി എക്സ് എന്നുള്ള ടേം വന്നിട്ടുള്ളത്. സോ എഫ് ഇൻറ്റു ഡി എക്സ് ഈസ് ദി സ്ലൈറ്റ് അല്ലെങ്കിൽ സ്മോൾ വർക്ക് ഡൺ ഡ്യൂ ടു ദാറ്റ് സ്പ്രിങ്. മാത്രമല്ല നമുക്ക് സ്പ്രിങ്ങിൻ്റെ കേസിൽ ഒരു കോമൺ ഇക്വേഷൻ ഉണ്ട്. The force acting on a spring is directly proportional to the displacement produced by that spring. F is equal to x. അതിൻ്റെ ഒരു ഇക്വേഷൻ F is equal to kx, where k is the spring constant. K is the spring constant എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആൻഡ് എഫ് ഈസ് ഇക്വൽ ടു കെ എക്സ്. അതായത് ഞാൻ ഈ ഫോഴ്സ് കൂട്ടുന്ന അനുസരിച്ച് എക്സിൻ്റെ വാല്യൂ എന്താ, കൂടുക ചെയ്യുക അല്ലേ. ഇവിടെ ഒരു 10 കിലോ തൂക്കിയാൽ ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. 20 കിലോ തൂക്കിയാൽ ചിലപ്പോൾ 30 സെൻറ്റിമീറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ. അതായത് കൂടും. എഫ് കൂടുന്ന അനുസരിച്ച് ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പ്രിങ് നീങ്ങുന്ന ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ എഫ് ഈസ് ഇക്വൽ ടു കെ എക്സ്, where k is the spring constant and its unit is in kilonewton per meter. Its unit is in kilonewton per meter. So now I am coming on to the equation. So നമുക്കറിയാം total spring work കിട്ടണമെങ്കിൽ, this is the small spring work done. So the total spring work done എന്ന് പറഞ്ഞാൽ it is equal to f into dx. ആൻഡ് ദാറ്റ് എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ എന്താ, കെ എക്സ് ആണ് അല്ലേ. സ്മോൾ വർക്ക് ഡൺ എഫ് എന്ന് പറയുന്നത് കെ എക്സ് ആണ്. സോ ഐ ഹാവ് കെ എക്സ് ഡി എക്സ്. സോ ദാറ്റ് ഈസ് എ സ്മോൾ വർക്ക് ഡൺ. സോ നൗ ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുക. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ഇക്വേഷൻ. ഞാൻ ആ സ്മോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡി എക്സ് ആണെന്ന് പറഞ്ഞു. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കെ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. സോ നൗ ഐ ആം ഇത് ചെറിയൊരു എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. സോ ടോട്ടൽ വർക്ക് ഡൺ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഐ ആം ടേക്കിംഗ് ഇറ്റ് ഡൗൺ ഓൺ ടു ദിസ് ഫിഗർ. ഈ ഫിഗർ മായ്ച്ചിട്ട് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. സോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ഇൻ്റഗ്രേറ്റ് ഫ്രം 1 to 2 ഡെൽറ്റ ഡബ്ല്യു ഓഫ് സ്പ്രിങ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഫ്രം 1 to 2 kx dx. അതിൽ കെ എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിന് ഞാൻ പുറത്തേക്ക് എടുത്താൽ 1 to 2 എക്സ് ഡി എക്സ് ആണ്. ആൻഡ് ഇഫ് ഐ ആം ഇൻ്റഗ്രേറ്റിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ബൈ 2 അല്ലേ. എക്സ് ഡി എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ആ എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ അവിടെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എക്സ് സ്ക്വയർ ബൈ 2. സോ ടോട്ടൽ വർക്ക് ഡൺ
work done from 1 to 2, total work done of that of spring from 1 to 2 is half of k into x2 square minus x1 square. അല്ലേ? ക്ലിയർ ആണല്ലോ? ഈ ഹാഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിനോമിനേറ്റർ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് കെ x2 square minus x1 square. Unit can be joule or it can also be kilojoule. It depends on the equation. So this is all about spring work. Spring work ആണ് ഈ equation. Work done is equal to half of k into x2 square minus x1 square. k എന്ന് പറയുന്നത് spring constant. x1 എന്ന് പറയുന്നത് initial position, x2 is the final position. ഇപ്പം ഞാൻ സ്പ്രിങ്ങിന് റെസ്റ്റ് പൊസിഷൻ, ഇപ്പം നേരത്തെ ഇങ്ങനെ റെസ്റ്റിലായിരുന്നു, റെസ്റ്റ് ഞാൻ നീക്കുമ്പോഴാണ് കുറച്ച് താഴേക്ക് വരിക. റെസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല, 0. ചിലപ്പോൾ ചോദ്യങ്ങൾ തരും, ആദ്യം ഒരു വെയിറ്റ് ഇട്ടു അപ്പോൾ 10 മില്ലിമീറ്റർ താഴ്ന്നു, പിന്നെ ഒരു വെയിറ്റ് ഇട്ടപ്പോൾ 20 മില്ലിമീറ്റർ താന്നു. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഇവിടെ 10ഉം ഇവിടെ 20ഉം, അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. സോ ദിസ് ഈസ് ദ കേസ് ഫോർ സ്പ്രിംഗ് വർക്ക്. നമ്മളിപ്പോൾ ഏതൊക്കെ വർക്കുകൾ ഡിസ്കസ് ചെയ്തത്? നമ്മളിപ്പോൾ ഓൾറെഡി തീർന്നത് ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞു. We have discussed shaft work and also we have discussed spring work. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു വർക്കും കൂടെ എടുത്തിട്ട് we will stop for today. So ഇനി അടുത്ത വർക്ക് പറയാൻ പോകുന്നത് it is called paddle work or it is called stirrer work. So എന്താണ് പാഡിൽ വീൽ വർക്ക് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ചിലപ്പോൾ ഒരു വൈവ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫേസ് ചെയ്യേണ്ട ചോദ്യങ്ങളായിരിക്കും ഇത്. സോ പാഡിൽ വീൽ വർക്ക് അല്ലെങ്കിൽ സ്റ്റിറിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റ് ഒരു സ്റ്റിറർ വെച്ചിട്ട് കണക്റ്റഡ് ആണ് ഓൺ ടു എ മോട്ടോർ ആൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ മാസ് സിസ്റ്റം. അപ്പോൾ ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ സ്റ്റിറർ കറങ്ങും. അപ്പോൾ ഇതൊരു ഫ്ലൂയിഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ഫ്ലൂയിഡ് റൊട്ടേഷൻ നടക്കും. സോ ഇൻ സ്റ്റിറിംഗ് വർക്ക് നമ്മൾ പറയുന്നത് ഈ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഈ സ്റ്റിറർ കറങ്ങുന്നത് വഴി കിട്ടുന്ന വർക്ക് ഡൺ എന്താണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. നോർമലി നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ ഓഫ് പി ഇൻറ്റു ഡി വി, അതല്ലേ നോർമൽ ഇക്വേഷൻ. പക്ഷേ ഇവിടെ വോളിയം വല്ല മാറ്റമുണ്ടോ? വോളിയത്തിൽ വല്ല മാറ്റമുണ്ടോ? വോളിയം ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡി വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0. സോ ഇൻ ടേൺ വാട്ട് ഹാപ്പൻസ് ടു വർക്ക് ഡൺ? വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടലി നമുക്ക് 0 എന്നാണ് കിട്ടേണ്ടത്. പക്ഷേ സ്റ്റിറിംഗ് വർക്കോ പാഡിൽ വീൽ വർക്കോ ഒരിക്കലും എന്തല്ല? 0 അല്ല. ഇറ്റ് ഈസ് നോട്ട് 0. അതെങ്ങനെയാണ് വർക്ക് വരുന്നത് എന്നാണ് നമ്മളിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്റ്റിറർ കറങ്ങാൻ ഞാനൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു മാസ് കണക്റ്റഡ് ആണ്. ഈ മാസിനെ ഞാൻ താഴത്തേക്ക് നീക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്റ്റിറർ കറങ്ങും. അങ്ങനെയാണ് എൻ്റെ സെറ്റപ്പുകൾ ഞാൻ വെച്ചിട്ടുള്ളത്. സോ അങ്ങനെ മാസ് താഴ്ന്നു കഴിഞ്ഞാൽ ഈ സ്റ്റിറർ കറങ്ങുമ്പോൾ വി നോ ദ ഇക്വേഷൻ ഓഫ് വർക്ക് ഡൺ വിൽ ബി ഓർ എ സ്മോൾ ചേഞ്ച് ഇൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് mg/dz. കാരണം സോ mg/dz ആണ്. ഈ dz എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് ഇൻ ഹൈറ്റ് ഓഫ് മാസ്. ഈ മാസിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് കാരണത്താലാണ് നമുക്കിവിടെ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്റ്റിററിൻ്റെ റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചിനാണ് dz എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടി ഡി തീറ്റ എന്നതിനും ഈക്വലാണ്. കാരണം എന്താ? ഇവിടെ ഒരു ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഒരു ടോർക്ക് ഉണ്ടാവും ആൻഡ് ഫോർ എ സ്ലൈഡ് ചേഞ്ച് ഇൻ ഡി തീറ്റ എന്നാണ് ടി ഡി തീറ്റ എന്നുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത്. സോ വെൻ വി ആർ ലുക്കിംഗ് ഫോർ ദി ടോട്ടൽ വർക്ക് ഡൺ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ ഓഫ് dw, അതാണല്ലോ വർക്ക് ഡൺ. ഇൻ്റഗ്രൽ ഓഫ് dw എന്ന് പറഞ്ഞതാണ് ടോട്ടൽ വർക്ക് ഡൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് mg/dz or that is also equal to integral of t d theta. This is the equation for paddle or stirring work. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് സ്റ്റിറർ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് 0 അല്ലെങ്കിൽ ഇറ്റ് ഈസ് 0 എന്നുള്ളത് രീതിയിലൊക്കെ നിങ്ങൾക്ക് വൈവ പോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു give the proper answer like mg/dz ഉണ്ട്, t d theta വർക്ക് ഉണ്ട്, that's why the paddle wheel work is not 0 എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകാൻ കഴിയണം. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് പാഡിൽ വീൽ വർക്ക്. അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ ദോ നിങ്ങളുടെ ഇത്ര ഡീപ്പായിട്ട് ഈ സെക്ഷനിൽ പോകണ്ട, എന്നാലും നിങ്ങൾ ഓർത്ത് വെക്കാൻ എക്സാമിന് ഒരു പോയിന്റിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത വർക്കിൻ്റെ ഒന്നും
ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ടതില്ല, പക്ഷെ നിങ്ങൾ അത് എങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സിലെടുത്തത്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പക്ഷേ ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ വർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, ഷാഫ്റ്റിന്റെ വർക്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ബൈ ചാൻസ് എക്സാമിന് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ എക്സാമിന് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇവിടുത്തെ ഈ പാഡിൽ കേസിൽ നമ്മൾ ഇക്വേഷൻ പ്രകാരം എം ജി ഡി സെഡ് ഡി തീറ്റ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ശരിക്കും എങ്ങനെയാണ് ഇതിൽ വർക്ക് ഡൺ? കാരണം വോളിയം ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ വർക്ക് ഡൺ വരുന്നത്? ഇതിൽ വർക്ക് ഡൺ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഈ സ്റ്റിറർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഫ്ലൂയിഡ് സിസ്റ്റമാണ്. ആ ഫ്ലൂയിഡ് സിസ്റ്റത്തിന് എന്ത് ചെയ്യും? ഇത് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഈ ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ആ റെസിസ്റ്റൻസ് ആണ് ഇതിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഈ സിസ്റ്റം അല്ല വർക്ക് തരുന്നത്, ആണോ? ഇവിടെ സിസ്റ്റം അല്ല വർക്ക് തരുന്നത്, നമ്മൾ സിസ്റ്റത്തിലേക്ക് ശരിക്കും വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ സംഭവം? ഇവിടെ നമ്മൾ മാസ് താഴ്ത്തുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വർക്ക് കൊടുക്കുന്നത്. സോ ആക്ച്വലി ഇവിടെ ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് വർക്ക്. ഇറ്റ് ഈസ് ആക്ച്വലി എ നെഗറ്റീവ് വർക്ക്. കാരണം നമ്മൾ വർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ദി മാസ്. അല്ലാതെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ഔട്ട്പുട്ടായിട്ട് വർക്ക് കിട്ടുകയല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാണ് ഒരു വർക്ക് ഡൺ. ഹൗ? ബൈ ദ ചേഞ്ചിങ് ഓഫ് മാസ്. ആൻഡ് ഹെൻസ് ദ വർക്ക് ബൈ എ പാഡൽ വീൽ വർക്ക് ഓർ എ സ്റ്റിയറിംഗ് വർക്ക് ഈസ് എ നെഗറ്റീവ് വർക്ക്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 4 മോഡ്സ് ഓഫ് വർക്കാണ്. ഒന്നാമത്തത് ഇലക്ട്രിക്കൽ വർക്ക്. ഇലക്ട്രിക്കൽ വർക്ക് WE ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1 to 2, അതായത് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഒരു ടൈം ഇൻ്റർവെൽ ആയിരിക്കാം. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് V ഇൻറ്റു I dt. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഐദർ ബി ജൂൾ ഓർ ഇറ്റ് ക്യാൻ ഐദർ ബി കിലോ ജൂൾ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പ്രോബ്ലം ഹൗ വി ഡു. അടുത്ത് നമ്മൾ പഠിച്ചത് ഷാഫ്റ്റ് വർക്ക് ആയിരുന്നു. ഷാഫ്റ്റ് കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ബൈ ദ ഷാഫ്റ്റ് ഈസ് 2πnt, where T is the torque of that shaft. ടോർക്കിൻ്റെ ഇക്വേഷൻ യു നോ, ടോർക്ക് T is equal to F into R. അവിടെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ പാർട്ട്. ഈ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ്. മാത്രമല്ല ഷാഫ്റ്റിൻ്റെ വർക്ക് ഡണിൻ്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ഇൻ്റഗ്രൽ ഓഫ് 1 to 2 T d theta, where T is the torque and d theta is the small angular displacement of the shaft. Power produced, that is per unit time, work produced per unit time work shaft, അതായത് പവർ എന്ന് പറയുന്നത് it is 2πnt by 60 into 1000 and the unit is kilowatt. കാരണം എന്താ? ഇവിടെ യൂണിറ്റ് ജൂളാണ്. ആ ജൂളിനെ നമ്മൾ ജൂൾ പെർ സെക്കൻഡ് ആക്കി, പെർ ടൈം ആക്കി. സോ ജൂൾ പെർ സെക്കൻഡ് ഈസ് വാട്ട്. വാട്ട് ഈസ് ദ ഇക്വേഷൻ, ഐ മീൻ യൂണിറ്റ് ഫോർ power. So 2πnt by 60, where n is the revolutions per minute, t is the torque. by 16 ആക്കുന്നത്, ഈ 60 ഇടുന്നത് നമ്മൾ ഈ RPM-നെ RPS ആക്കുകയാണ്, റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി by 60. കിലോ എന്നുള്ളത് യൂണിറ്റിൽ വരാൻ വേണ്ടി വി ഹാവ് ഡിവൈഡഡ് ബൈ 1000. സോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി വാട്ട്. അതല്ല ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് n റെപ്രസെൻറ്റ്സ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. അതിനുശേഷം നമ്മൾ പഠിച്ച വർക്കാണ് സ്പ്രിംഗ് വർക്ക്. സ്പ്രിങ്ങിൻ്റെ മൂവ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന വർക്കാണ് സ്പ്രിംഗ് വർക്ക് എന്ന് പറഞ്ഞത്. സോ WSP ഹാഫ് ഓഫ് KX2 സ്ക്വയർ മൈനസ് X1 സ്ക്വയർ. K ഈസ് ദ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. സ്പ്രിങ്ങിന് ഓരോ സ്പ്രിങ്ങിന് അതിൻ്റെതായ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. ദാറ്റ് വി ഹാവ് ഗോട്ട് ഫ്രം ദ ഇക്വേഷൻ F ഈസ് പ്രൊപ്പോർഷണൽ ടു R. സോ F ഈസ് ഈക്വൽ ടു KX. ഓക്കെ, സോ F is proportional to x ആണ്. സോ F is equal to kx. അപ്പോൾ ആ k എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. X2 സ്ക്വയർ മൈനസ് X1 സ്ക്വയർ. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇനീഷ്യലി റെസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഇത് 0 ആവും, നേരെ ഹാഫ് ഓഫ് x K2 സ്ക്വയർ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ 2 വേരിയേഷൻ, 10 ആയിരുന്നു ആദ്യം, പിന്നെ 20 ആയി ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2 വാല്യൂസ് ആവശ്യം ഉണ്ടാവും. ആൻഡ് ദ ലാസ്റ്റ് വൺ വിച്ച് വി ഹാവ് സ്റ്റഡിഡ് ടുഡേ ഈസ് സ്റ്റിറർ വർക്ക് ബൈ ദ സ്റ്റിറർ ഓർ പാഡിൽ വീൽ വർക്ക് എന്നും പറയാം. That is integral of from 1 to 2, initial position to final position, mg dz. dz represents the change in height of that mass. That is also equal to t d theta from 1 to 2, അത് initial to final. t എന്ന് പറഞ്ഞാൽ ടോർക്ക്, d theta എന്ന് പറഞ്ഞാൽ ആ ഷാഫ്റ്റിൻ്റെ ആ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. സോ സ്റ്റിറർ വർക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 1 to 2
ടി ഡി തീറ്റ, where ടി ഈസ് ദി ടോർക്ക് ആൻഡ് ഡി തീറ്റ നേരത്തെ പറഞ്ഞ പോലെ ആ ചെറിയൊരു ആംഗുലർ റൊട്ടേഷനെയാണ് ഡി തീറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 4 വർക്ക് ഡൺസ് ദാറ്റ് വിച്ച് വി ഹാവ് ഡിസ്കസ് ടുഡേ. ഇനിയും വേറെ ടൈപ്സ് വർക്ക് ഡൺസ് ഉണ്ട് വിച്ച് വി വിൽ ബി ഡീലിംഗ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് എല്ലാ ടൈപ്പ് വർക്ക് ഡൺസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡെറിവേഷൻസ് പഠിക്കണ്ട, പക്ഷേ ഇത്രയും പോകുന്ന രീതിയിൽ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓരോ ടേമും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ഓരോന്നിൻ്റെയും യൂണിറ്റ്സ് എന്താണ് വരിക എന്നുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് വേണം. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ബാക്കിയുള്ള കുറച്ച് വർക്ക് ഡണും കൂടെ ഉണ്ട്. സോ നമ്മൾ ആ ടേംസും കൂടെ നമ്മൾ പഠിച്ചതിന് ശേഷം വി വിൽ ഗോ ത്രൂ ഫ്യൂ പ്രോബ്ലംസ്. ആ ഫ്യൂ പ്രോബ്ലംസ് കൂടെ കഴിഞ്ഞാൽ then we will go on to the next section of module 2. So that's all for today. Thank you all.